ഡ്രീംസ് എന്ന പേരിലുള്ള ജോജോയുടെ ബ്ലോഗിൽ 14 വർഷങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ചൂരൽമലയിലെ പാലവും പഴയ ഗ്രൗണ്ടും വീടുമെല്ലാം ഇപ്പോഴും കാണാം. അന്ന് ആ ചിത്രങ്ങളോടൊപ്പം ജോജോ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ദൈവത്തിന്റെ സ്വന്തം നാട് എന്റെ ചൂരൽമല. എന്നാൽ ഇപ്പോൾ ആ ദൈവത്തിന്റെ സ്വന്തം നാട് കാണാമറയത്തായിരിക്കുന്നു. അതിനൊപ്പം ജോജോയുടെ പ്രിയതമ നീതു. മിസ്സിംഗ് കേസുകളുടെ പട്ടികയിൽ നീതുവിന്റെ ചിരിക്കുന്ന മുഖം ഇപ്പോഴുമുണ്ട്. മേപ്പാടി വിംസ് ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായ നീതു അപകട സമയത്ത് സഹായത്തിനായി സഹപ്രവർത്തകരെയാണ് ആദ്യം വിളിച്ചത്. വിറച്ച് വാക്കുകൾ മുറിഞ്ഞു പോകുന്നതിനിടയിൽ നീതു പറഞ്ഞൊപ്പിച്ചത് ഇത്രയായിരുന്നു: ആരെങ്കിലും ഞങ്ങളെ വന്നൊന്ന് രക്ഷിക്കൂ, വീട് മുഴുവൻ ചെളിവെള്ളം കയറി, എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫോൺ എടുത്ത രാത്രി ഷിഫ്റ്റിലെ ജോലിക്കാരന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. വീണ്ടും നീതു വിളിച്ചു. ഇത്തവണ ഫോൺ എടുത്തത് ഡ്യൂട്ടി മാനേജറാണ്. വീണ്ടും ഉരുൾപൊട്ടിയെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തു കടക്കാൻ പോലും പറ്റുന്നില്ല, എല്ലാവരും ഇപ്പോൾ ഒലിച്ചു പോകും, നീതു വിറയലോടെ പറഞ്ഞൊപ്പിച്ചു. പിന്നീട് ആശുപത്രിയിൽ നിന്നും നീതുവിനെ തിരിച്ചു വിളിച്ചു. അപ്പോഴേക്കും പുഴ ഗതിമാറി ഒഴുകി വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്താണ് വീടുള്ളതെന്നും അവിടെ നിന്ന് മാറാൻ അതിലും സുരക്ഷിതമായ ഒരു സ്ഥലമില്ലെന്നും സഹപ്രവർത്തകരോട് നീതു പറയുകയും ചെയ്തു. ചൂരൽമലയിലെ ഹൈസ്കൂൾ റോഡിലെ വീട്ടിൽ നിന്നും രാത്രി നീതു ഫോൺ ചെയ്യുമ്പോൾ നീതുവിനെ പോലെ പേടിച്ചു വരേണ്ട അവസ്ഥയിൽ തന്നെയായിരുന്നു അച്ഛനും അമ്മയും നീതുവിന്റെ ഭർത്താവ് ജോജോ വി ജോസഫും 5 വയസ്സുള്ള മകനും. രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ വീടിന് മുന്നിൽ ഉരുൾപൊട്ടി വന്ന കാറും മറ്റു വാഹനങ്ങളും നീക്കിക്കൊണ്ടുവന്ന് ചെളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഴയ്ക്ക് മുകളിലൂടെയുള്ള പാലവും തകർന്നിട്ടുണ്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ വന്ന് വാതിൽ എങ്ങനെയൊക്കെയോ തള്ളി തുറന്ന് എല്ലാവരെയും രക്ഷിച്ചു. എന്നാൽ അതിനിടയിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്കിനൊപ്പം വീടിന്റെ കുറച്ച് ഭാഗവും ഒലിച്ചുപോയി. ആ ഒഴുക്കിൽ നീതുവും അകപ്പെട്ടു. എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് നീതു ആ കൂട്ടത്തിലില്ലെന്ന് ജോജോയ്ക്ക് മനസ്സിലായത്. മകനെ ചേർത്ത് പിടിച്ച് വിറങ്ങലിച്ചു നിന്ന ജോജോയുടെ ഉള്ളിൽ അപ്പോൾ ഒരു സങ്കടപ്പെയ്ത്ത് തുടങ്ങിയിരുന്നു. മകനെയും മാതാപിതാക്കളെയും സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച ശേഷം ജോജോ നീതുവിനെ അന്വേഷിച്ച് ആദ്യം ഓടിയെത്തിയത് മേപ്പാടി ഹെൽത്ത് സെന്ററിലാണ്. ഓരോ മൃതദേഹവും മൂടിയ വെള്ളത്തുണികൾ പൊക്കി നോക്കിയപ്പോഴെല്ലാം അതിനൊന്നും തന്റെ പ്രിയതമയുടെ മുഖമാകരുതേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഇനി മണ്ണിലെങ്ങാനും പൊതിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തകർക്കൊപ്പം ജോജോയും ചേർന്നു. വീട് നിന്നിരുന്ന ഏകദേശം സ്ഥലം കണ്ടെത്തി അവിടെയുള്ള മണ്ണും ചെളിയും മരത്തടികളുമെല്ലാം നീക്കി. പക്ഷേ ഇതുവരെ നീതുവിനെ കണ്ടെത്താൻ ജോജോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.